നമ്മുടെ കേരളത്തിൽ റീസെന്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള ട്രെൻഡിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും. ഒരു വീട്ടിൽ നിന്നുള്ള പ്രസവമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ മരണപ്പെടുകയും അവരുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കുറച്ചധികം വാർത്തകൾ ഇപ്പോൾ നമ്മുടെ ഫീഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യാനും എന്റെയൊക്കെ കമന്റ് ബോക്സിൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ഈ ഹോം ഡെലിവറി നിങ്ങൾ ഈ പറയുന്ന വീട്ടിൽ നിന്നുള്ള പ്രസവത്തിന് ഇന്ന പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, അവർ ചില വാർത്തകൾ കാണിച്ചു തരും. ഇന്ന് ഹോസ്പിറ്റലിൽ ഡെലിവറിന്റെ സമയത്ത് അമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ കുഞ്ഞ് മരണപ്പെട്ടു. നിങ്ങളുടെ വാർത്തകൾ ഒന്ന് രണ്ട് വാർത്തകൾ ഇങ്ങനെ കാണിച്ചു തരും. അതായത് ഇവിടെ പ്രശ്നമില്ലേ, ഇങ്ങനെ എന്താ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും പ്രശ്നമുണ്ടല്ലോ, ഇവിടെ കറണ്ട് പോയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും കറണ്ട് പോയിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ഉത്തരമല്ല. അങ്ങനെ അതാണ് ഉത്തരമെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. അത് ഇവിടെ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇന്നെന്നാ മാനേജ് ചെയ്യാൻ ഇന്നെന്ന മെഷേഴ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കണം ഉത്തരം. അല്ലാണ്ട് അപ്പുറത്തും ഇതേ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല. ഇനി ഇവർ സ്ഥിരം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകുന്ന ഒരു കാര്യം, ഹോസ്പിറ്റലിലും ആൾക്കാരും കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നില്ലേ, അമ്മമാരെ മരണപ്പെടുന്നില്ലേ? അത് കേരളത്തിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, കുഞ്ഞുങ്ങളുടെ മരണനിരക്ക്, ആ രീതിയിലുള്ള മരണനിരക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന 6ആണ്. അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പം 6ആണ് മരണനിരക്ക് കാണാൻ പറ്റുന്നത്. അതായത് ലക്ഷക്കണക്കിന് കുട്ടികൾ ഓരോ വർഷവും ജനിക്കുന്ന കേരളത്തിൽ ഇത്രയും ചെറിയ അളവിലാണ് കുട്ടികൾ മരണപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മെറ്റേണൽ മോർട്ടയും അമ്മമാർ മരണപ്പെടുന്നതിനേക്കാളും കുറവാണ്. ഇത് ഒരു വശത്ത് കിടക്കാണ്. ഇതിനെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇപ്പുറത്ത് എത്ര ഡെലിവറി വീട്ടിൽ നിന്ന് നടക്കുന്നു, അതിൽ തന്നെ എത്ര പേര് മരണപ്പെടുന്നു, എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നു, എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ? കമ്പയർ ചെയ്യാനെങ്കിലും എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ? ഡാറ്റ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? ഇനി ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, ഹൈ റിസ്ക് കേസ് ആണെങ്കിൽ അവരടുത്തേക്ക് ഓടുക, അവർ ഹോസ്പിറ്റലിലേക്ക് ഓടും. ഹോസ്പിറ്റലിൽ ഓടിക്കഴിഞ്ഞാൽ അതൊരു മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുക? ഹോസ്പിറ്റലിലുള്ള മരണമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ ഹൈ റിസ്ക് കേസും ഹോസ്പിറ്റലിൽ എത്തും. സ്വാഭാവികമായിട്ടും ഒരു മരണം ഉണ്ടാവും. എന്നിട്ട് പോലും അവിടെ കുറവാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ഒരു സാമാന്യ ബോധത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാർ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങൾ ഡെലിവറിക്ക് മുമ്പുള്ള ഒരു സ്കാനും ഞങ്ങൾ ചെയ്യുന്നില്ല. ഡെലിവറിക്ക് മുമ്പുള്ള സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? NT സ്കാൻ, അനോമലി സ്കാൻ, ഇങ്ങനെ കുറെ സ്കാനുകൾ ഉണ്ടല്ലോ അല്ലെ. മിനിമം നമ്മളൊരു 3-4 പ്രാവശ്യം വിസിറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് കേൾക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടെന്ന പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വൈറ്റൽസ് എന്താണ് അവസ്ഥ, ഇങ്ങനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതിന്റെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളത് അഭിമാനത്തോട് പറയാം. ഇനി ഒരു ഡെലിവറിയുടെ സമയം എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 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 ഹോം ഡെലിവറി, വീട്ടിൽ നിന്നുള്ള പ്രസവം, ഓക്കെ, ഹോം ഡെലിവറി ഉദ്ദേശിച്ച് വീട്ടിൽ നിന്നുള്ള പ്രസവവും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രസവവും നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ഒരു ഓൺസെറ്റ് ഓഫ് ലേബർ അല്ലെ, ഈ ഡെലിവറിയുടെ ആ ഒരു സമയത്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഡെലിവറിയുടെ തൊട്ട് മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രീ ടേം ലേബർ ആയാൽ, അല്ലെങ്കിൽ പ്രീമച്ചർ റപ്ചർ ഓഫ് മെംബ്രെയിൻ ആദ്യമേ റപ്ചർ ചെയ്യുന്ന മുമ്പേ പൊട്ടുന്നൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാലൊക്കെ ഇതൊന്നും മനസ്സിലാക്കാൻ പോലും ഇപ്പുറത്ത് ഒരു ഹോം ഡെലിവറി ആണെങ്കിൽ, വീട്ടിൽ നിന്നുള്ള പ്രസവമാണെന്ന് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഒരു ലേബർ ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, 1, 2, 3 സ്റ്റേജസ് ഉണ്ട്. ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ തന്നെ നമുക്കറിയാം, കുഞ്ഞ് പുറത്തു വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഡയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അമ്മയുടെ ആ ഭാഗം ഡയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സെർവിക്സ് ഡയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡയലേറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിങ്ങനെ പുറത്തു വരുന്ന അവിടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വരുന്ന സമയം കൂടുതലാവുക എന്നുള്ളതാണ്. അതായത് പ്രൊലോങ്ഡ് ലേബർ എന്ന് പറയും. അത് കാരണം കുട്ടിക്ക് ഹൈപ്പോക്സി അടിക്കാം, കുട്ടിക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരാം, ഒബ്സ്ട്രക്റ്റഡ് ലേബർ ആവാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുട്ടിയുടെയും കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇത് അറിയാൻ എന്ത് പറ്റില്ല, ഒരു ഹോം ഡെലിവറി ആണെങ്കിൽ പറ്റില്ല എന്നുള്ളതാണ്. കുട്ടിക്ക് സെപ്സിസ് അടിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനോ അല്ലെങ്കിൽ ലേബർ റൂം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവിടെ ഒരു ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നഴ്സസ് ആയിട്ടുള്ള ആൾക്കാർ, അവിടെയുള്ള ആൾക്കാർ, അവര് എത്ര മാത്രം എഫേർട്ട് അവിടെ ഒരു അണുബാധ ഏൽക്കാതിരിക്കാൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ കയറിയ ആൾക്ക് മനസ്സിലാവും. ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ റീസെന്റ് നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും, എന്റെ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത അല്ലെ. അപ്പൊ അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പ്രസവിക്കുക, എന്നിട്ട് ആ പ്രസവിച്ച ശേഷം അദ്ദേഹം കടയിൽ പോയി ബ്ലേഡ് വാങ്ങി വന്നിട്ട്, വാങ്ങി വന്നിട്ട് ഈ പറഞ്ഞ നമ്മുടെ അമ്പലിക്കൽ കോഡ് മുറിക്കുകയാണ്. അപ്പം ഹൈ റിസ്ക് ആയിട്ടുള്ള യോഗ്യതയുള്ള ആൾക്കാർ പോലും, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും പേടിക്കുന്ന ഒരു ഡെലിവറി എന്ന് പറയുന്ന സംഗതിയെ എത്ര ബാലിശായിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരോടാണ് ചോദിക്കുന്നത്. ഈ രീതിയിൽ ഒരുപാട് ഇപ്പൊ ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിലേക്ക് എത്തുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ കുട്ടി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പിക്ചർ നമ്മൾ കണ്ടാവും, കുട്ടി ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിക്ചർ ഉണ്ടാവും. അത് അതൊരു പ്രസന്റേഷൻ ആണ്. അതല്ലാത്ത റെയർ ആയിട്ടുള്ള പ്രസന്റേഷൻസ് ഉണ്ടാവാം. ആ പ്രസന്റേഷൻസ് കുഞ്ഞ് വേറെ രീതിയിൽ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടകരമായിട്ടുള്ള പ്രസന്റേഷൻസ് ആണ്, ബ്രീച്ച് പ്രസന്റേഷൻസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഷോൾഡർ ഡിസ്റ്റോഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് കുട്ടി പിന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ മാത്രമേ നമുക്ക് സാധ്യമാവും. എന്തെങ്കിലും ഒരു പ്രശ്നം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള പിന്നെ റിസസിറ്റേഷൻ മെഷേഴ്സ് അത് ഹോസ്പിറ്റലിലാണ് ഉണ്ടാവുക. ഇനി തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ കുട്ടി പുറത്ത് വന്നു, ഒന്നും കുഴപ്പമില്ല, കുട്ടി പുറത്ത് വന്നു. എന്നാൽ പോലും അമ്മക്ക് പ്രശ്നമുണ്ട്. കാരണം അമ്മയെ സംബന്ധിച്ചോളം, മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോസ്റ്റ്മോർട്ടം ഹെമറേജ് വരാം, അല്ലെങ്കിൽ ഒരുപാട് രക്തം പോകുന്ന അവസ്ഥ. അവിടെ പിന്നെ രക്തം കൊടുക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം വേണം അല്ലെ. ഇനി പിന്നെ നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ പ്ലസന്റ് അത് പുറത്തു വരാത്ത അവസ്ഥ ഉണ്ടാവും. അവിടെ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അവിടെ സെക്കൻഡറി പോസ്റ്റ്മോർട്ടം ഹെമറേജ് വരാം, അല്ലെങ്കിൽ സെപ്സിസ് അടിക്കാം. ഇതൊന്നും മനസ്സിലാക്കാൻ പോലും നമുക്കിവിടെ സാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതൊക്കെ കഴിഞ്ഞാലും പിന്നെ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്, അമ്മയുടെ അവസ്ഥ എന്താണ് മോണിറ്റർ ചെയ്യാൻ നമുക്കൊരു വീടിന്റെ ഉള്ളിൽ സാധ്യമല്ല. ഇതിങ്ങനെ നമുക്ക് കേരളത്തിലുള്ള ജനങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ ആക്ച്വലി ഉണ്ടാവേണ്ടതില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പ്രബുദ്ധരാണ് എന്ന് പറയുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അത് പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളാണ് ഒരു ഭീകരത. ഇപ്പൊ കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇതിന്റെ മോട്ടീവ്? ഇപ്പൊ ഒരു ലൈക്ക് ഒരു 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 വിമാനം നമ്മൾ ഓടിക്കുകയാണ്. ഒരു വിമാനം പറത്തുന്ന സമയത്ത് ഒരു പൈലറ്റ് ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? വിമാനം പറത്തുന്ന സമയത്ത് പൈലറ്റ് ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? അവിടെ ഞാൻ അതിന്റെ ഏറ്റവും എക്സ്ട്രീം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറന്നു, ഓക്കെ, പറന്നു, ഇവരൊക്കെ പറയുന്ന പോലെ പറന്നു, വിമാനം പറന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് ക്രാഷ് ലാൻഡ് ചെയ്യേണ്ട അവസ്ഥ വരിക. എന്താ സംഭവിക്കുക? പൈലറ്റ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു യോഗ്യതയുള്ള ആളുകൾ പോലും ഭയപ്പെടുന്ന ഒരു സംഗതിയെ എത്ര ബാലിശായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് വങ്കത്തരങ്ങൾ. ഇപ്പൊ ഷുഗർ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടില്ല. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പേടി വരിക. അപ്പൊ നമ്മൾ ആകെ ഡൗൺ ആകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷുഗർ ടെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു വങ്കത്തരമാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാരെ അതേപോലത്തെ മറ്റൊരു വങ്കത്തരാണ് ഇത്. ഇതിനൊരു ഒരു പൊതു സ്വീകാര്യത വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഇതിലുള്ള അജ്ഞത പിന്നെ കാരണമാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നത്. പണ്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പിന്നെ അവരൊക്കെ വീട്ടിൽ നിന്നായിരുന്നല്ലോ പ്രസവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇതിനുള്ള സംവിധാനങ്ങൾ കുറവായിരുന്നു, അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു ചിലയിടങ്ങളിൽ. അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവം നടക്കുക. അത് നിങ്ങൾ ഡാറ്റ തന്നെ പരിശോധിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഈ പറയുന്ന IMR MMR ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും അന്ന് എത്രയായിരുന്നു ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ഡാറ്റ. അത്രത്തോളം മരണങ്ങൾ അന്ന് കൂടുതലായിരുന്നു. ഇനി ഇതിന്റെ മോട്ടീവ് എന്താണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇതിന്റെ മോട്ടീവ് എന്താണ്? ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കൊന്നിട്ട് എന്ത് സമ്പത്താണ് നമുക്ക് നേടാനുള്ളത്? സാമ്പത്തികമായിട്ടുള്ള നേട്ടം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട്. ഇനി ഇതിന് മതപരമായിട്ട് ആംഗിൾ കൊടുക്കുന്ന ആൾക്കാർ ഏത് മതത്തിന്റെ ആംഗിളാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മക്കാസുദു ശരിയ എന്നൊക്കെ പറയും. മക്കാസുദു ശരിയ എന്നാൽ ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ജീവന്റെ സംരക്ഷണമാണ്. ജീവന്റെ സംരക്ഷണം എന്നുള്ളത് ഒരു ബാധ്യതയാണ്. ഇപ്പൊ ഇവിടെ പിന്നെ ഹോസ്പിറ്റൽ ഡെലിവറിയിലാണോ അതോ വീട്ടിൽ നിന്നുള്ള പ്രസവത്തിലാണോ ജീവന്റെ സംരക്ഷണം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതലുള്ളത്? ആലോചിച്ച് നോക്കിയാൽ മതി. ചികിത്സ തേടുക, നിങ്ങൾ ചികിത്സ തേടണം എന്ന് പറഞ്ഞത് പ്രവാചകനാണ്. ഇനി യോഗ്യതയില്ലാത്ത ആളുകൾ അവർ ചികിത്സിച്ച് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ അവർക്കാണ്, ഈ ചികിത്സിച്ച ആൾക്കാർക്കാണ് എന്ന് പറഞ്ഞത് പ്രവാചകനാണ്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പൊ നമ്മള് എല്ലാം അങ്ങനെ ഭരമേൽപ്പിച്ചാ പോരെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടുന്ന് പിന്നെ ഡെലിവറി എടുക്കുന്നു, എല്ലാം പടച്ചോനിൽ ഭരമേൽപ്പിക്കുന്നു. നമ്മളൊരു കാര്യം ഇപ്പൊ ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷമാണ് നമ്മൾ പിന്നെ പരാതി പറയേണ്ടത്. ഒട്ടകത്തെ കെട്ടിയിടാതെ അതിനങ്ങോട്ട് വിട്ടിട്ട് മരുഭൂമിയിൽ അതോടെ പോയി പിന്നെ പ്രവാചകന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഒട്ടകം കാണാനില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ പിന്നെ ചരിത്രമുണ്ട്. അവരോട് പ്രവാചകൻ പറഞ്ഞാൽ ആദ്യം ടൈ ദ ക്യാമൽ ഫസ്റ്റ്. ആദ്യം ക്യാമലിനെ ടൈ ചെയ്യണം നിങ്ങൾ. അതിനുശേഷമാണ് പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യാതെ പിന്നെ പിന്നെ ഭരമേൽപ്പിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ എന്താണ് ഇതിന്റെ മോട്ടീവ്? ഇത് മതപരമായിട്ടുള്ള ആംഗിളും നമുക്ക് ഇതിന് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് ഇത് ശരിക്കും ലീഗലി പിന്നെ സർക്കാരും കാര്യങ്ങളൊക്കെ ഇതിൽ ആക്ഷൻ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരു 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 കുഞ്ഞിന്റെ ജനിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതിന് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലുള്ളൊരു ഒരു ഒരു പിന്നെ എന്താ പറയുക അഭിപ്രായ പ്രകടനത്തിനപ്പുറം ലീഗലി ആക്ഷൻ എടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിന്നെ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.